നമ്മളറിയാതെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആരെങ്കിലും കാശ് ഡെപ്പോസിറ്റ് ചെയ്യുകയോ അയക്കുകയോ ചെയ്താൽ അത് പുലിവാലാവും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാരണം അത് ഏത് സോഴ്സിൽ നിന്നാണ് വരുന്നതെന്നോ ഏത് രാജ്യത്ത് നിന്നാണ് വരുന്നതെന്നോ ആരാണ് അയക്കുന്നതെന്നോ അയാളുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നമുക്കറിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്കത് ഇമ്മീഡിയറ്റ് റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ്. അലൈനിൽ ഒരു വിധി കോർട്ട് പുറപ്പെടുവിച്ചു. അതായത് കേസ് എന്താണെന്ന് പറഞ്ഞാൽ, ഒരാൾ അറിയാതെ മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് 57,000 ദിറംസ് അക്കൗണ്ട് മാറി ഡെപ്പോസിറ്റ് ചെയ്തു. ഈ കിട്ടിയ ആൾ ഒന്നും പറഞ്ഞില്ല. അവസാനം ആളെ കണ്ടുപിടിച്ചു, അത് തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തു? 20,000 തിരിച്ചു കൊടുത്തു, ബാക്കി 37,000 തിരിച്ചു കൊടുത്തില്ല. അങ്ങനെ അടിപിടിയായി അവസാനം കോടതിയിൽ കേസെത്തി. കോടതി വിധിച്ചു ഈ 37,000 കൂടാതെ 3,000 ദിറംസ് അഡീഷണൽ ആയിട്ട് ഇയാളുടെ കോടതി ചെലവിന് വേണ്ടിയിട്ട് കൊടുക്കണമെന്നുള്ളത്. ഇങ്ങനെയാണ് സംഭവിച്ചത്. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ ആരെങ്കിലും നമ്മളറിയാതെ ബൈ മിസ്റ്റേക്ക് പണമോ ചെക്കോ അതേപോലെ ട്രാൻസ്ഫറോ ചെയ്ത് ഉടനെ തന്നെ അത് തിരിച്ചു കൊടുക്കണം എന്നുള്ളതാണ് നിയമം. പലപ്പോഴും സംഭവിക്കുന്നത്, നമ്മൾ ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു സപ്ലയർക്ക് പൈസ കൊടുക്കാനുണ്ടെങ്കിൽ നമ്മളിലേക്ക് വരുന്ന ഒരു ഇൻവോയ്സ്, അങ്ങനെ വരുന്ന ഒരു ഇൻവോയ്സ് ചില ഘട്ടങ്ങളിൽ അവർ ഇനി മുതൽ ഈ അക്കൗണ്ടിലേക്ക് അയച്ചാൽ മതി പറഞ്ഞ് വേറെ അക്കൗണ്ട് നമ്പർ നമുക്ക് അയച്ചു തരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവാറുണ്ട്. ഒന്നാമതായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് അയക്കുന്ന ഒരു സപ്ലയറുടെ IBAN നമ്പറും അതുപോലെ ബാങ്ക് അക്കൗണ്ട് നമ്പറും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ച് ഏതെങ്കിലും ഒരു സമയത്ത് ഒരു ഇൻവോയ്സ് മാറിയിട്ട് ആ ഇൻവോയ്സ് എമൗണ്ട് വേറൊരു അക്കൗണ്ടിലേക്ക് അയക്കണമെന്ന് പറയുമ്പോൾ അക്കൗണ്ടൻറ്റുമാർ തീർച്ചയായിട്ടും അതിനെ ശ്രദ്ധിക്കണം. കാരണം അത് നിങ്ങളുടെ ഇമെയിൽ ഹാക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പേരിൽ വേറൊരാൾ നിങ്ങൾക്ക് അയക്കുന്ന ഇൻവോയ്സാണ്. ആ ഇൻവോയ്സിൽ നിങ്ങൾ വേറെ അക്കൗണ്ടിലേക്ക് പണമടച്ചാൽ അത് സ്ഥാനത്തെത്തില്ല, അത് വേറെ ഫ്രോഡായിട്ട് മാറാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് ഓൺലൈനിൽ നടക്കുന്ന വൻ ഫ്രോഡുകളിൽപ്പെട്ട ഒരു ഫ്രോഡാണ്. നിങ്ങളുടെ സ്ഥിരമായിട്ട് അയക്കുന്ന സപ്ലയർക്കോ ഏതെങ്കിലും ഒരു സമയത്ത് ബാങ്ക് അക്കൗണ്ട് നമ്പർ മാറി എന്ന് പറഞ്ഞ് മെയിൽ വന്നാൽ ആ മെയിലോ വാട്സപ്പോ വിശ്വസിക്കരുത്. അത് വീണ്ടും നിങ്ങൾ ആ കമ്പനിയിൽ വിളിച്ച് 3 പ്രാവശ്യം ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ അയക്കുക. പിന്നീട് പറഞ്ഞിട്ട് ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് അത് അക്കൗണ്ടന്മാരാണെങ്കിലും ഫൈനാൻസ് കൺട്രോളേഴ്സ് ആണെങ്കിലും ഫൈനാൻസ് മാനേജേഴ്സ് ആണെങ്കിലും ഇനി ഓണർ തന്നെയാണെങ്കിലും സൂക്ഷിക്കുക. മുനീർ അൽ വഫ വിത്ത് ലവ്.